ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ബീഹാറിൽ 202 സീറ്റുമായി എൻഡിഎക്ക് ഭരണ തുടർച്ച. മഹാസഖ്യത്തിന് 35 ഇടങ്ങളിൽ ജയം. 89 സീറ്റുമായി ബിജെപി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ജനാധിപത്യത്തിന്റെ വിജയമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ 46 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വാതന്ത്ര്യസമര സേനാനിയും ഗോത്ര നേതാവുമായ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികം ഇന്ന്. ഗുജറാത്തിലെ ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. പത്രികകൾ ഈ മാസം 21 വരെ സമർപ്പിക്കാം. കുമാമോട്ടോ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ലക്ഷ്യസെൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. ബീഹാറിൽ ഭരണ തുടർച്ച ഉറപ്പാക്കി എൻഡിഎ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 243 അംഗ നിയമസഭയിലെ 202 സീറ്റുകളിൽ വിജയമുറപ്പിച്ചാണ് എൻഡിഎ അധികാരത്തിൽ എത്തുന്നത്. 122 സീറ്റുകളാണ് സർക്കാർ രൂപീകരണത്തിന് ആവശ്യം. വിശദാംശങ്ങളിലേക്ക്. ബീഹാറിൽ 89 സീറ്റിൽ വിജയിച്ച് ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. എൻഡിഎ സഖ്യകക്ഷികളായ ജെഡിയു 85 സീറ്റിലും എൽജെപി 19 ഇടത്തും ഹിന്ദുസ്ഥാനി അവാം മോർച്ച 5 ഇടത്തും വിജയിച്ചു. രാഷ്ട്രീയ ലോക് മോർച്ച 4 സീറ്റുകൾ നേടി. ബീഹാർ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാജ് ചൌധരി, വിജയ് കുമാർ സിൻഹ, സഹമന്ത്രിമാരായ പ്രേംകുമാർ, മഹേശ്വർ ഹസാരി, സഞ്ജയ് സാരംഗി തുടങ്ങിയവരാണ് വിജയിച്ച പ്രമുഖ എൻഡിഎ സ്ഥാനാർത്ഥികൾ. ആർജെഡിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് 35 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. ആർജെഡി 25 സീറ്റിലും കോൺഗ്രസ് 6 സീറ്റിലും മാത്രമാണ് വിജയിച്ചത്. എഐഎം 5 സീറ്റിലും സിപിഐഎംഎൽ 2 ഇടത്തും സിപിഐഎമ്മും ഐഐപിയും ഓരോ സീറ്റിലും വിജയിച്ചു. ആർജെഡി നേതാവ് തേജസ്വി യാദവ്, സിപിഐഎമ്മിലെ സന്ദീപ് സൌരവ് എന്നിവരാണ് പ്രതിപക്ഷ നിരയിൽ നിന്നും വിജയിച്ച പ്രമുഖർ. പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ല. ഈ മാസം 6, 11 തീയതികളിലായി നടന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2 ഘട്ടങ്ങളിലുമായി 67.13% റെക്കോർഡ് പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബീഹാറിലേത് ജനാധിപത്യത്തിന്റെ വിജയമെന്ന് പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും വിശ്വാസം അർപ്പിച്ചതിന് അദ്ദേഹം ജനങ്ങൾക്ക് നന്ദി അറിയിച്ചു. बिहार वो धरती है जिसने भारत को लोकतंत्र की जननी होने का गौरव दिया. आज उसी धरती ने लोकतंत्र पर हमला करने वाली ताकतों को धूल चटाई है. बिहार ने फिर दिखाया है झूठ हारता है, जनविश्वास जीतता है. बिहार ने डंके की चोट पर कह दिया है. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന് വോട്ട് രേഖപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി അറിയിച്ച് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാസഖ്യത്തിൽ വിശ്വാസം അർപ്പിച്ചവർക്ക് നന്ദി അറിയിക്കുന്നതായി പറഞ്ഞ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഫലം വിശകലനം ചെയ്യുമെന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്നും അറിയിച്ചു. 7 സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയും കോൺഗ്രസും 2 സീറ്റുകൾ വീതം നേടി. ആം ആദ്മി പാർട്ടി, ഝാർഖണ്ഡ് മുക്തിമോർച്ച, മിസോ നാഷണൽ ഫ്രണ്ട്, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നിവ ഓരോ സീറ്റും നേടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ 46 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ രാജ്യമെമ്പാടും വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട വോട്ടർമാരുടെ 91% ഇത്. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആരംഭിച്ച ഫോം വിതരണം അടുത്ത മാസം 4 വരെ തുടരും. സ്വാതന്ത്ര്യസമര സേനാനിയും ആദിവാസി നേതാവുമായ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികം രാജ്യം ഇന്ന് ജൻജാതീയ ഗൌരവ് ദിവസമായി ആഘോഷിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി സാംസ്കാരിക പരിപാടികൾ, പ്രദർശനങ്ങൾ എന്നിവ മന്ത്രാലയങ്ങളിലും സംസ്ഥാനങ്ങളിലും സംഘടിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സ്വാതന്ത്ര്യസമര സേനാനിയും ഗോത്ര നേതാവുമായ ബിർസ മുണ്ടയുടെ 150ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് നർമ്മദ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ജൻജാതീയ ഗൌരവ് ദിവസ് പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. 9,700 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. നർമ്മദ ജില്ലയിലെ ദേവ് മോഗ്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ശ്രീ നരേന്ദ്രമോദി മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ പുരോഗതിയും വിലയിരുത്തും.
ഇന്ത്യൻ കയറ്റുമതിയിലെ ആഗോള വ്യാപാര തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നിരവധി നടപടികൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അഥവാ ഫെമ ചട്ടങ്ങൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ, സോഫ്റ്റ്വെയർ, സേവനങ്ങൾ എന്നിവയുടെ പൂർണ്ണ മൂല്യം തിരിച്ചറിയുന്നതിനും തിരിച്ചയക്കുന്നതിനും അനുവദിച്ചിരിക്കുന്ന കാലയളവ് RBI നീട്ടി. ഔദ്യോഗിക വിജ്ഞാപന പ്രകാരം ഈ കാലയളവ് 9 മാസത്തിൽ നിന്ന് 15 മാസമായിട്ടാണ് നീട്ടിയത്. കയറ്റുമതി വായ്പ തിരിച്ചടയ്ക്കുന്നതിനുള്ള വ്യവസ്ഥകളിലും RBI ഇളവ് വരുത്തിയിട്ടുണ്ട്. ജമ്മുകശ്മീരിൽ നൌഗാം പോലീസ് സ്റ്റേഷന് സമീപം സ്ഫോടനം. ഇന്നലെ രാത്രി 11:20ഓടെയാണ് സ്ഫോടനം ഉണ്ടായത്. പരിശോധന നടത്തുന്നതിനിടെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ഈ മാസം 21 വരെ പത്രികകൾ സമർപ്പിക്കാം. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറത്തിറക്കി. അടുത്ത മാസം 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഇന്നലെ വരെ 2 കോടിയിലധികം വോട്ടർമാരുടെ കയ്യിൽ എന്യൂമറേഷൻ ഫോം എത്തിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. 7 ജില്ലകളിൽ 80%-ലധികം ഫോം വിതരണം ചെയ്തിട്ടുണ്ട്. എല്ലാ BLOമാരും മുഴുവൻ ഡാറ്റയും അപ്ലോഡ് ചെയ്യുന്നതുവഴി യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതലായിരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ഇടുക്കിയിലെ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സമുചിതമായി ആഘോഷിച്ചു. മൂവാറ്റുപുഴ 18 കേരള ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് കാര്യപരിപാടികൾ അരങ്ങേറിയത്. തൊടുപുഴയിലെ യുദ്ധസ്മാരകത്തിൽ ധീര സൈനികർക്ക് ആദരാഞ്ജലികളർപ്പിച്ച് പുഷ്പചക്രം സമർപ്പിച്ചു. 44ാമത് അന്താരാഷ്ട്ര വ്യാപാര മേളയ്ക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. കരകൌശല വിദഗ്ധരുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെയും സമന്വയമാണ് മേളയിൽ പ്രകടമാകുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിക്കവെ കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ് പറഞ്ഞു. आज हम लोग देख रहे हैं कि कितने राज्य, कितने मंत्रालय, कितने देश, कितने छोटे छोटे हमारे MSME और देश के जो हुनर रखते हैं, क्राफ्ट्समैन से लेके मॉडर्न भारत की जो तस्वीर है और इनोवेशन की तरफ जो बढ़ रही है टेक्नोलॉजी के क्षेत्र में, वो सब चीज का समागम ये इंडिया इंटरनेशनल ट्रेड फेयर में आने वाले समय में कुछ दिनों में आपको दिखेगा. ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്നതാണ് ഇത്തവണത്തെ മേളയുടെ പ്രമേയം. കേരളത്തിന്റെ പവലിയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജപ്പാനിൽ നടക്കുന്ന കുമാമോട്ടോ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ലക്ഷ്യസെൻ സെമി ഫൈനലിൽ കടന്നു. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ മുൻ ലോക ചാമ്പ്യൻ സിംഗപ്പൂരിന്റെ ലോഹ് കീൻ യുവിനെയാണ് ലക്ഷ്യ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന സെമിയിൽ അദ്ദേഹം ജപ്പാന്റെ കെന്റ നിഷിമോട്ടോയെ നേരിടും. ISSF വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഷൂട്ടിംഗിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഏഷ്യൻ മുൻ ചാമ്പ്യൻ ഇഷ സിംഗിന് വെങ്കല മെഡൽ. ഇത് ഇഷയുടെ ആദ്യ വ്യക്തിഗത സീനിയർ ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ നേട്ടമാണ്. നേരത്തെ ലോകകപ്പിൽ സ്വർണവും വെള്ളിയും നേടിയ ഇഷയുടെ ഈ വർഷത്തെ 3ാമത്തെ വ്യക്തിഗത ISSF മെഡൽ നേട്ടം കൂടിയാണ് ഇത്. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മീഡിയ രജിസ്ട്രേഷൻ ഈ മാസം 17 വരെ നീട്ടി. ഈ മാസം 20 മുതൽ 28 വരെ ഗോവയിലെ പനാജിയിലാണ് 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. ലോകായുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ലോകായുക്ത വൈകിട്ട് നിയമസഭാ സമുച്ചയത്തിലെ ബാങ്ക്വറ്റ് ഹാളിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് മുഖ്യ അതിഥിയാകും. നഴ്സിംഗ് നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സംഘടിപ്പിച്ച 3 ദിവസത്തെ ദേശീയ ശില്പശാല ന്യൂഡൽഹിയിൽ സമാപിച്ചു. മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഒരുക്കി നഴ്സുമാരെയും പ്രസവ ശുശ്രൂഷ നടത്തുന്നവരെയും ശാക്തീകരിക്കുകയായിരുന്നു ശില്പശാലയുടെ ലക്ഷ്യം. ആഗോള ആരോഗ്യ പരിരക്ഷ കൈവരിക്കുന്നതിന് നഴ്സിംഗ് മേഖലയുടെ മികച്ച പിന്തുണ ആവശ്യമാണെന്ന് ശില്പശാല ആവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാറിൽ 202 സീറ്റുമായി NDAക്ക് ഭരണ തുടർച്ച. മഹാസഖ്യത്തിന് 35 ഇടങ്ങളിൽ ജയം. 89 സീറ്റുമായി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ജനാധിപത്യത്തിന്റെ വിജയമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിൽ 46 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗോത്ര നേതാവുമായ ബിർസ മുണ്ടയുടെ 180ാം ജന്മവാർഷികം ഇന്ന്. ഗുജറാത്തിലെ ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. പത്രികകൾ ഈ മാസം 21 വരെ സമർപ്പിക്കാം. കുമാമോട്ടോ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ലക്ഷ്യസെൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.